സ്നേഹിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ പിൻപറ്റി ജീവിക്കുന്നവർ ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു അവിടെ എത്തിച്ചേരും. അല്ലാഹു അവിടെ എത്തിച്ചേരും. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗ്ഗം കിട്ടും. അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഹബീബായ മുത്തുനബിയെ എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെയാണ് ഹബീബിനെ കുറിച്ച് എന്തെല്ലാം മദ്ഹുകൾ പറയാൻ പറ്റോ. നസാറാക്കൾ അവരുടെ പ്രവാചകനായ ഈസ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ട് അങ്ങ് എത്തിപ്പോയിട്ടുണ്ട്. അവിടെ തന്നെ നസാറാക്കൾ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ്. ഒരു ദൈവം അല്ലാഹു, ഒരു ദൈവം ഈസ, ഒരു ദൈവം മറിയം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിക്കൽ അവർ പറഞ്ഞു ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നുല്ലാഹി, അല്ലാഹുവിന്റെ മകനാണ്. അത് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നു. ലാ തദ്റൂനി കമാ തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എങ്ങനെ? നസാറാക്കൾ ഈസ നബിയെ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുത്. ഈ ഹദീസിന്റെ പകുതി എടുക്കും പറ്റുമല്ലോ. കമാ തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം പറയൂല. ലാ തദ്റൂനി എന്ന് പറഞ്ഞിട്ടില്ലേ, എന്നെ പുകഴ്ത്തരുത്. എന്നിട്ട് ഇവിടെ സുന്നികള് 12 നേരം പാടുക, പ്രസംഗിക്കുക, പുകഴ്ത്തുക. ഹദീസിന്റെ പകുതി എടുക്കും, ബാക്കി എടുക്കൂല. ബാക്കി എന്താ അർത്ഥം? എന്നെ കുറിച്ച് ദൈവമാണെന്ന് പറയരുത്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയരുത്. വലാകിൻ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അതേ പറയാം. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയാ, പാടുക, പറയാ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹ പ്രകടനങ്ങളാണ്. അത് നമ്മൾ നടത്തണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. നല്ലോണം സലാത്ത് ചൊല്ലണം. റബീഉൽ പ്രത്യേകം നന്നായിട്ട് സലാത്തില്ല, എല്ലാ പ്രയാസങ്ങളും അകറ്റപ്പെട്ടു പോകും. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം.